ഹലോ ഗെയ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിന്ന് ചെറിയൊരു റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ള കേട്ടോ. ഒരു 4 മണി പലഹാരം നമുക്കൊരു ചക്കയുടെ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അരി വെള്ളത്തിലിട്ടിട്ട് ഒരു 2-3 മണിക്കൂർ അതെന്താ നല്ലപോലെ കുതിരണം. കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അതെന്താ വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൻ്റെ തുണിയിൽ എല്ലാം വിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളല്ലെങ്കിൽ ഓട്ടപാത്രത്തിൽ വെച്ചാലും കുഴപ്പമില്ല. ഞാനത് വേഗം ആകാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൻ്റെ തുണിയിലാണ് വിരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം പോയി കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ മിക്സിക്കകത്തിട്ടിട്ട് ഒരു നമ്മൾ പുട്ടിനൊക്കെ പൊടിക്കില്ലേ, ആ ഭാഗത്തിൽ നമ്മൾ പൊടിച്ച് വെക്കണം. എന്നിട്ട് അധികം തരി പാടില്ല, എന്നാലും ചെറിയ തരി വേണം. അപ്പോൾ എന്നിട്ട് അതുപോലെ പൊടിച്ചിട്ട് അതുപോലെ നമ്മൾ പുട്ടിൻ്റെയൊക്കെ ആ ഭാഗത്തിന് തന്നെ വറുത്ത് വെക്കണം. ഞാൻ എന്നിട്ടത് ചെറിയൊരു ചൂടാക്കാൻ ഓർത്തിട്ട് ഒരു ഇതിലിട്ടിട്ട് ഇത് വറുത്തുകൊണ്ടിരിക്കണോ. അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഇല പറിക്കാനായിട്ട് ഈ ചക്കയുടെ ഉണ്ടാക്കണമെങ്കിൽ എടണയില, അങ്ങനെയാണ് നമ്മളിവിടെ പറയാറ്. എടണയില എന്നാണ് പറയാറ്. നല്ല മണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചക്കയുടെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ഓരോ നാട്ടിലും ഓരോ പേരുകളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളവിടെ എടണയില എന്ന് പറയാം. നമ്മളെ പറമ്പിൽ അത് 2-3 മരങ്ങളുണ്ട്. വലിയ മരങ്ങളാണ് കേട്ടോ, വലുതായിട്ടുണ്ട്. അപ്പോൾ അത് പറിച്ചെടുക്കാനായിട്ട് കുറച്ച് കഷ്ടമുണ്ട്. ചെറിയ ഇലയാണ്, കുറച്ച് വീതിയുള്ള ഇലയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കി വേഗം ഉണ്ടാക്കി തീർക്കാൻ പറ്റും. പക്ഷെ അത് ചെറിയ ഇല ആയതുകൊണ്ട് ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്. എന്നാലും നമ്മളത് കുറച്ച് ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പറിച്ചു കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചക്ക നല്ല അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് കുരു കളഞ്ഞിട്ട് അതൊരു മിക്സിക്കകത്തിട്ടിട്ട് നല്ല പോലെ എന്ത് ചെയ്യണം, ഒന്ന് കറക്കിയെടുക്കണം. അല്ലെങ്കിൽ ഈ ഓട്ടപാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തന്നെ അതിൻ്റെ മാവ് താഴേക്ക് ചാടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് നല്ല നൂറുള്ള ചക്ക ആയതുകൊണ്ട് മാവ് പോലെ ഉണ്ടാവും, ഒട്ടും നാരില്ലാത്തൊരു ചക്കയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിക്കകത്തിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല മാവ് പോലെ ആയി കിട്ടും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഓട്ടപാത്രത്തിലിട്ട് ഇങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല. ഞാനിത് ഒരു മിക്സിൻ്റെ ജാറിനകത്തിട്ടിട്ടാണ് അതുപോലെ കറക്കി എടുത്തപ്പോൾ കണ്ടല്ലേ, നാരൊന്നും ഇല്ലാണ്ട് നല്ല സൂപ്പറായിട്ട് വെണ്ണ പോലെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇതായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല മധുരമുള്ള നല്ല തേൻ മധുരമാണ് കേട്ടോ ഈ ചക്കയ്ക്ക്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി 2 കഷ്ണം വെള്ളം ഞാൻ പാവ് കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്കയ്ക്ക് നല്ല മധുരമായതുകൊണ്ട് കുറച്ച് 2 കഷ്ണം വെള്ളം ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി തേങ്ങായും ചെറിയ ജീരകവും ഏലക്കായ ഒരു 8 പീസ് ഏലക്കായും പിന്നെ ഇച്ചിരി ചെറിയ ജീരകവും അതിൻ്റെ മണത്തിന് വേണ്ടിയിട്ട് അത് എല്ലാം കൂടെ ഒന്ന് മിക്സിക്കകത്ത് ഒതുക്കിയെടുക്കണം കേട്ടോ. എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സിക്കകത്തിലൊന്ന് കറക്കിയെടുത്ത് ഈ പരുവത്തിലാക്കി വെക്കണം. എന്നിട്ട് അതിലേക്ക് എല്ലാം പാവ് കാച്ചത് അതും കൂടെ മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഇല ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. കുമ്പിള് കുത്തണം. ആദ്യം നമ്മൾ ഇല എടുത്തതുപോലെ കുമ്പിളാക്കിയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ, എന്നാലും ഞാനൊന്ന് എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അതുപോലെ കുമ്പിളാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ സൈഡിൽ ഒരു കോല് പോലെ ഉണ്ട്, അതെടുത്തിട്ട് കുത്തിയിട്ട് കുമ്പിളാക്കിയിട്ട് അതിനകത്തേക്ക് മാവ് ഇട്ടിട്ട് ആവി കയറ്റുക. ആവി കയറ്റി കഴിഞ്ഞ് കുറച്ച് നേരം നല്ല വേഗണം കേട്ടോ. വെന്ത് കഴിയുമ്പോഴത്തേനും നല്ലൊരു മണമായിരിക്കും കേട്ടോ. നമ്മൾ ഈ ഇടയില അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോഴത്തേനും മോളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴത്തേനും മോള് ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും സ്കൂൾ കഴിഞ്ഞ് വരും. അപ്പോഴത്തേനും ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് എടണിയില. അപ്പോൾ നമ്മൾ മായം ചേർക്കാത്ത പലഹാരമല്ലേ. ഇപ്പോൾ എല്ലാവരും അധികം സ്നാക്സ് ബേക്കറി ഐറ്റംസ് ഒക്കെ അല്ലേ. അപ്പോൾ നമുക്കിവിടെ സുലഭമായി കിട്ടുന്ന സാധനമാണ് മാങ്ങ, ചക്ക. ഇതൊക്കെ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ പഴുത്ത ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ഞാനിതുപോലെ ഉണ്ടാക്കും കേട്ടോ. എനിക്കിത് ഇഷ്ടമാണ്. ഇടയ്ക്ക് മക്കൾക്കായാലും ചേട്ടായിക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി അധികം ഉണ്ടാക്കും. നമ്മൾ ചേട്ടനനിയന്മാരെല്ലാം വീടൊക്കെ അടുത്തടുത്ത്, അപ്പോൾ എല്ലാവർക്കും വരുന്നവർക്കൊക്കെ നമ്മളത് കൊടുക്കും. അത് നമ്മൾ ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കും. അപ്പോഴത്തേനും മോള് വരാനാകുമ്പോഴത്തേനും പലഹാരം റെഡിയായി കഴിഞ്ഞാൽ അപ്പുകുട്ടനാണെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, സിനിമയും കണ്ടുകൊണ്ടങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവന് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കി അടുപ്പ് വെച്ചിട്ട് കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും അപ്പോനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണമല്ലോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി 3-4 എണ്ണം ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ കുമ്പിൾ കുത്തിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും അപ്പുകുട്ടനും ചോറ് കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി ഞാൻ അടുപ്പത്ത് വേഗം വെച്ചിട്ടിട്ട്, അപ്പോൾ നമ്മളിതിൻ്റെ മേലെ 2-3 ഇലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ റെഡിയായി. അത് വെന്ത് കഴിയുമ്പോഴത്തേനും നല്ലൊരു മണമാണ്. അപ്പോഴത്തേനും
നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇച്ചിരി വെല്ലം ഇട്ടിട്ടുള്ളൂ. ചക്ക നല്ല മധുരം ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതാ അപ്പുക്കുട്ടന് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ, എൻ്റെ ടെസ്റ്റ് ട്യൂബ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്തുണ്ടാക്കിയാലും ആദ്യം അവനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവനെങ്ങനെ ചക്കയൊന്നും അധികം ഇഷ്ടമില്ല, മധുരത്തിനോട് അവന് താല്പര്യം.